നിങ്ങളുടെ സന്തോഷവും പണവും നിങ്ങളിൽ നിന്ന് മോഷ്ടിക്കുന്ന ആ ഇൻവിസിബിൾ കള്ളൻ ആരാണെന്നറിയാവോ? എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിഷ. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. എന്തുകൊണ്ടാണ് ചില ആളുകളുടെ ബാങ്ക് അക്കൗണ്ടിൽ എപ്പോഴും പൈസയുടെ കുറവ് വരുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവരുടെ ഫാമിലി റിലേഷൻഷിപ്സ് എപ്പോഴും ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുന്നത്? മിക്കവരും വിചാരിക്കും ഇതൊക്കെ അവരുടെ മോശം ടൈം അല്ലെങ്കിൽ ബാഡ് ലക്ക് കൊണ്ടാണെന്ന്. എന്നാൽ സത്യം അതല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമ്മുടെ സന്തോഷം, നമ്മുടെ മണി, ലൈഫിൽ നമുക്ക് കിട്ടേണ്ട വലിയ വലിയ ഓപ്പർച്യൂണിറ്റീസ്, ഇതൊക്കെ നമ്മളിൽ നിന്ന് മോഷ്ടിക്കുന്നത് മറ്റാരുമല്ല, നമ്മൾ തന്നെയാണ്. അതും നമ്മൾ പോലും അറിയാതെ ദിവസവും നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന ചില വാക്കുകളിലൂടെ. ആ ഇൻവിസിബിൾ കള്ളൻ്റെ പേരാണ് കംപ്ലൈൻറ്റ് അഥവാ പരാതി പറയൽ. സത്യത്തിൽ നമ്മൾ ഈ പരാതി പറയലിനെ വളരെ നോർമലായ, വലിയ ദോഷമൊന്നുമില്ലാത്തൊരു കാര്യമായിട്ടാണ് കാണുന്നത്. രാവിലെ അലാറം അടിക്കുമ്പോൾ മുതൽ നമ്മൾ തുടങ്ങും അതിനെ ചീത്ത വിളിക്കാൻ. പുറത്തിറങ്ങുമ്പോൾ വെതർ മോശമാണെങ്കിൽ അതിന് കുറ്റം പറയും. ട്രാഫിക് ബ്ലോക്കിൽ പെട്ട ഗവൺമെൻറ്റിനെ ബ്ലെയിം ചെയ്യും. ഓഫീസിലെത്തിയാൽ കൂടെ ജോലി ചെയ്യുന്ന കൊളീഗ്സിൻ്റെ കുറ്റം പറയും. ഇതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്. പക്ഷേ റോണ്ട പെൺ പറയുന്നത് ഇത് വെറുമൊരു സംസാരമല്ല, ഇതൊരു ഭയങ്കര പവർഫുള്ളായ നെഗറ്റീവ് എനർജി ഫ്ലോ ആണെന്ന്. ഇത് പതിയെ പതിയെ നമ്മുടെ ജീവിതത്തെ ഉള്ളിൽ നിന്നും പൊള്ളയാക്കി മാറ്റും. ഇതൊന്ന് മനസ്സിലാക്കാൻ ഞാനൊരു സിമ്പിളായിട്ടുള്ള കാര്യം പറയാം. ഒരു വലിയ വാട്ടർ ടാങ്ക് സങ്കല്പിക്കുക. അതിൽ നിറയെ വെള്ളമുണ്ട്. പുറമേ നോക്കുമ്പോൾ അത് സുരക്ഷിതമായിട്ട് കാണുന്നു. എന്നാൽ അതിൻ്റെ അടിയിലായിട്ട് ആർക്കും പെട്ടെന്ന് കാണാൻ കഴിയാത്ത ഒരു ചെറിയ ലീക്കുണ്ട്. അതിലൂടെ ഓരോ തുള്ളി വെള്ളമായിട്ട് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ദിവസങ്ങൾ കഴിയുമ്പോൾ പെട്ടെന്നൊരു ദിവസം ആ ടാങ്ക് പൂർണ്ണമായിട്ടും ശൂന്യമായി മാറുന്നു. ഇതുപോലെയാണ് പരാതികൾ നമ്മുടെ ജീവിതത്തിലെ പോസിറ്റീവ് എനർജിയെയും സന്തോഷത്തെയും ചോർത്തിക്കളയുന്നത്. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ചോദ്യം വരാം. എപ്പോഴെങ്കിലും ഒരിക്കൽ പരാതി പറയുന്നത് ഇത്ര വലിയ നാശം ഉണ്ടാക്കുമോ? അല്ലെങ്കിൽ നമുക്ക് വിഷമം വരുമ്പോൾ അത് ആരോടെങ്കിലും പറഞ്ഞ് മനസ്സിൻ്റെ ഭാരം കുറയ്ക്കുന്നതിൽ എന്താ തെറ്റ്? എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇവിടെയാണ് നമുക്ക് ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് പറ്റുന്നത്. നമ്മൾ വിചാരിക്കുന്നത് മനസ്സ് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ വളരെ ഡേഞ്ചർ ആയ രീതിയിൽ പ്രോഗ്രാം ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്പിരിച്വൽ വശം നോക്കിക്കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മുടെ പ്രസൻറ്റ് മൊമെൻറ്റിനെ നമ്മൾ പൂർണ്ണമായിട്ടും റിജക്റ്റ് ചെയ്യുകയാണ്. ഉള്ള അവസ്ഥയോട് ഉള്ളിൽ നിന്നും ഒരു യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. നമ്മളൊരു പരാതി പറയുമ്പോൾ ഈ പ്രപഞ്ചത്തോടും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനോടും വ്യക്തമായ ഒരു മെസ്സേജാണ് നൽകുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളതൊന്നും എനിക്ക് തികയില്ല. ഈ ഒരു ഫീലിംഗ് നമ്മളെ എപ്പോഴും ഒരു ഇല്ലായ്മയുടെ മാനസികാവസ്ഥയിൽ കൊണ്ടുപോയി ലോക്ക് ചെയ്യും. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഈ വിഷയം നമ്മുടെ ജീവിതത്തിൽ ബാധിക്കുന്നു എന്ന് നോക്കാം. ഇതൊരു എക്സാമ്പിളിലൂടെ പറയാം. നിങ്ങൾക്ക് ആരോ വളരെ വിലപിടിപ്പുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് തന്നു എന്ന് വിചാരിക്കാം. ആ ഗിഫ്റ്റിൻ്റെ ഉള്ളിലെ നിധി എന്താണെന്ന് നോക്കുന്നതിന് പകരം അതിൻ്റെ പുറത്ത് പൊതിഞ്ഞിരിക്കുന്ന പാക്കിംഗ് പേപ്പറില്ലേ, അതിൻ്റെ കളറ് കൊള്ളില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ദേഷ്യപ്പെടുകയും ആ ഗിഫ്റ്റ് ഒരു മൂലയിലേക്ക് എറിഞ്ഞു കളയുകയും ചെയ്താൽ എങ്ങനെയിരിക്കും? അതാണ് നമ്മൾ പരാതി പറയുമ്പോൾ ചെയ്യുന്നത്. ദൈവം തന്ന മനോഹരമായ ജീവിതമാകുന്ന ഗിഫ്റ്റിനെ കാണാതെ ചെറിയ ചെറിയ കുറവുകളെ ഓർത്ത് നമ്മളതിനെ തള്ളിപ്പറയുന്നു. ഇനി ഞാനിതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. ചിലർ ചോദിക്കാറുണ്ട്, നമ്മൾ കുറവുകൾ കണ്ടെത്തി പരാതിപ്പെട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകുക? അല്ലെങ്കിൽ നമ്മൾ കുറവുകൾ കണ്ടില്ലെന്ന് വെച്ചാൽ പിന്നെ എങ്ങനെയാണ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുന്നത്? കേൾക്കുമ്പോൾ ഈ ഒരു ആർഗ്യുമെൻ്റ് ശരിയാണെന്ന് തോന്നും. പക്ഷേ ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുന്നതും അതിനെക്കുറിച്ച് വെറുതെ ഇരുന്ന് കംപ്ലൈൻറ്റ് ചെയ്യുന്നതും തമ്മിൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഇൻറ്റൻഷന് പ്രാധാന്യം അർഹിക്കുന്നത്. അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കാര്യങ്ങൾ ബെറ്റർ ആക്കാൻ വേണ്ടിയാണ് ഒരു കുറവ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ മൈൻഡ് ഉടനെ തന്നെ അതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് ചിന്തിക്കാൻ തുടങ്ങും. എന്നാൽ നിങ്ങൾ വെറുതെ പരാതി പറയുന്ന മെൻറ്റാലിറ്റിയിലാണെങ്കിൽ നിങ്ങളുടെ മുഴുവൻ ഫോക്കസും ആ പ്രോബ്ലത്തിൽ മാത്രം സ്റ്റക്കായി പോകും. റോണ്ട ബേണിൻ്റെ തിയറി അനുസരിച്ച് നമ്മൾ എപ്പോഴും പ്രോബ്ലംസ് മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ സൊല്യൂഷൻസ് കാണാനുള്ള നമ്മുടെ എബിലിറ്റി തന്നെ നഷ്ടപ്പെടും. മൈൻഡ് എപ്പോഴും എവിടേക്കാണ് തെറ്റുകൾ എന്ന് മാത്രം കണ്ടുപിടിക്കാൻ തുടങ്ങും. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഇതിന് പിന്നിലെ സയൻസ് പറയാം. ഈ ഒരു ഇല്ലായ്മയുടെ മെൻറ്റാലിറ്റി നമ്മുടെ ലൈഫിൽ വന്നാൽ അത് ആദ്യം ബാധിക്കുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിനെയാണ്.
നമ്മൾ പലപ്പോഴും ചായക്കടയിലോ ഓഫീസിലോ ക്യാൻറ്റീനിലോ ഒക്കെ ആളുകൾ സംസാരിക്കുന്ന കേൾക്കാം, ഇപ്പോൾ എല്ലാത്തിനും ഭയങ്കര വിലയാണ്, അല്ലെങ്കിൽ മാർക്കറ്റിൽ ഒട്ടും പൈസയില്ല, നാട്ടിൽ ഒരു സ്കോപ്പും ഇല്ല. ഇങ്ങനെയുള്ള ഡെയിലി സംസാരങ്ങൾ വെറും ഒരു ഡിസ്കഷൻ മാത്രമല്ല, അത് സംസാരിക്കുന്ന ആളുടെ ബാങ്ക് ബാലൻസിനെ നെഗറ്റീവായി ബാധിക്കുന്നുണ്ട്. ഇതിന് പിന്നിൽ ഒരു സയൻസ് ഉണ്ട്. നമ്മുടെ ബ്രെയിനിൽ RAS എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഈ RAS എന്നത് നമ്മുടെ മൈൻഡിൻ്റെ ഒരു ഫിൽട്ടർ പോലെയാണ്. നമുക്ക് ചുറ്റും ഓരോ സെക്കൻഡിലും ലക്ഷക്കണക്കിന് ഇൻഫർമേഷൻസ് വരുന്നുണ്ട്. എന്നാൽ നമ്മൾ ഏത് കാര്യത്തിനാണോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതിനെ മാത്രം ഈ RAS നമ്മുടെ ഉള്ളിലേക്ക് കടത്തിവിടുകയുള്ളൂ. നിങ്ങളെപ്പോഴും പൈസ ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നാട്ടിൽ ഭയങ്കര റിസഷനാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ ലോകം മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് നിങ്ങളുടെ RASന് നിങ്ങൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. ബ്രെയിൻ അത് സത്യമാണെന്ന് വിശ്വസിച്ചിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്ന നല്ല നല്ല ബിസിനസ് ഓപ്പർച്യൂണിറ്റീസിനെ മുഴുവൻ ഫിൽട്ടർ ഔട്ട് ചെയ്ത് കളയും. അതുകൊണ്ടാണ് ഒരേ നാട്ടിൽ ഒരേ മോശം സാമ്പത്തിക സാഹചര്യത്തിലും ഒരാൾ ഒരു ബിസിനസ് നടക്കില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോൾ മറ്റൊരാൾ അവിടെയുള്ള ഒരു ഗ്യാപ്പ് കണ്ടെത്തി കോടികളുടെ ബിസിനസ് ബിൽഡ് ചെയ്യുന്നത്. ഇത് ലക്കിൻ്റെ കളിയല്ല, നിങ്ങളുടെ ബ്രെയിനെ നിങ്ങൾ എന്തിലാണ് ട്രെയിൻ ചെയ്തത് എന്നതിൻ്റെ റിസൾട്ടാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ്, റിലേഷൻഷിപ്പിലെ ടോക്സിക് ബോണ്ടിങ്. പണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ ബന്ധങ്ങളിലും ഈ പരാതിപ്പെടൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇതേ റൂള് തന്നെയാണ് നമ്മുടെ റിലേഷൻഷിപ്പിലും വർക്ക് ചെയ്യുന്നത്. എപ്പോഴും പരാതി മാത്രം പറയുന്ന, മറ്റുള്ളവരുടെ കുറ്റം മാത്രം പറയുന്ന ഒരാളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ ആരെങ്കിലും ആഗ്രഹിക്കുമോ? ഇല്ല. കാരണം നെഗറ്റീവ് എനർജി ഭയങ്കര ഹെവി ആയിരിക്കും. ആളുകൾ എപ്പോഴും അട്രാക്റ്റ് ആവുന്നത് എവിടെയാ? പീസിലും ഹാപ്പിനെസ്സിലും ഒക്കെ അല്ലേ. എപ്പോഴും ഭാഗ്യത്തെയും മറ്റുള്ളവരെയും കുറ്റം പറയുന്നവർ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ തങ്ങളിൽ നിന്നും ദൂരേക്ക് തള്ളുകയാണ് ചെയ്യുന്നത്. ഓഫീസിലോ കോളേജിലോ ഒക്കെ നമ്മൾ കാണാറില്ലേ, മൂന്നാമതൊരാളുടെ കുറ്റം പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് സുഹൃത്തുക്കളാകുന്ന ആളുകളെ. അതുപോലെ തന്നെ ഓഫീസിലെ ബോസിനെ വെറുക്കുന്ന 2 ജീവനക്കാർ ലഞ്ച് ബ്രേക്കിൽ ഒരുമിച്ചിരുന്ന് ബോസിന്റെ കുറ്റം പറഞ്ഞ് വലിയ സുഹൃത്തുക്കളാകുന്നു. എന്നാൽ അതിനെ ഒരിക്കലും ഒരു നല്ല റിലേഷൻഷിപ്പ് എന്ന് വിളിക്കാൻ പറ്റുമോ? പറ്റില്ല. അതിനെ ടോക്സിക് ബോണ്ടിങ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. നെഗറ്റിവിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പും സേഫ് ആയിരിക്കില്ല. ഇന്ന് നിങ്ങളുടെ കൂടെ ഇരുന്ന് മറ്റൊരാളെക്കുറിച്ച് കംപ്ലൈൻറ്റ് പറയുന്ന ആൾ നാളെ വേറൊരാളുടെ കൂടെ ഇരുന്ന് നിങ്ങളെക്കുറിച്ചും കംപ്ലൈൻറ്റ് പറയും. ഇനി 4ാമത്തെ പോയിന്റ്, പരാതിപ്പെടൽ ഒരു ലഹരിയാണ്. പരാതി പറയുന്ന ശീലം ഒരു ലഹരിയെ പോലെ മനുഷ്യനെ കീഴ്പ്പെടുത്താറുണ്ട്. നമ്മൾ പരാതി പറയുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോണായ കോർട്ടിസോളിനോട് നമ്മുടെ ശരീരം പതിയെ പൊരുത്തപ്പെടും. പിന്നീട് അതൊരു ശീലമായിട്ട് മാറും. നമ്മുടെ ബ്രെയിനിലെ ന്യൂറൽ പാത്വേസിനെ തന്നെ ഇത് ബാധിക്കുന്നുണ്ട്. സന്തോഷം എപ്പോഴും പ്രസന്റിലുള്ള കാര്യങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. പക്ഷെ കംപ്ലൈന്റ് ചെയ്യുന്നവരുടെ ഫോക്കസ് എപ്പോഴും ഇല്ലാത്ത കാര്യങ്ങളിലായിരിക്കും. താമസിക്കാൻ നല്ലൊരു വീടുണ്ടാവും, പക്ഷെ പരാതി അയൽക്കാരൻ്റെ വീടിൻ്റെ അത്ര വലിപ്പമില്ലല്ലോ എന്നാണ്. നല്ല ഹെൽത്ത് ഉണ്ടാവും, പക്ഷെ പരാതി മുടി കൊഴിയുന്നു എന്നാണ്. ഫാമിലി കൂടെ ഉണ്ടാവും, പക്ഷെ എപ്പോഴും അവരുടെ സ്വഭാവത്തിലെ കുറവുകൾ മാത്രമായിരിക്കും നോക്കുന്നത്. അങ്ങനെയുള്ള ആളുകളുടെ ലൈഫിലെ എല്ലാ പ്രോബ്ലംസും ഒരു ദിവസം കൊണ്ട് മാന്ത്രികമായി മാറി എല്ലാം പെർഫെക്റ്റ് ആയാൽ പോലും അവർക്ക് സന്തോഷിക്കാൻ കഴിയില്ല. ബ്രെയിൻ വീണ്ടും ആ ഒരു പെർഫെക്ഷനിലും എന്തെങ്കിലും ഒരു കുറവ് കണ്ടുപിടിക്കും. കാരണം തെറ്റുകൾ മാത്രം തപ്പിപ്പിടിച്ച് ബ്രെയിൻ അങ്ങനെ പ്രോഗ്രാംഡ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾ കംപ്ലൈൻറ്റ് അഡിക്ഷൻ്റെ ഇരയാണോ എന്നെങ്ങനെ തിരിച്ചറിയാം? നമ്മുടെ ലൈഫിൽ ഒരു ചലഞ്ച് വരുമ്പോൾ വിഷമം തോന്നുന്നത് സ്വാഭാവികമാണ്. പക്ഷെ ആ സിറ്റുവേഷൻ മാറുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഫോക്കസ് വീണ്ടും നല്ല കാര്യങ്ങളിലേക്ക് വരും. എന്നാൽ ഈ അഡിക്ഷൻ ഉള്ളവരുടെ ബേസ് ലൈൻ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അതായത് രാവിലെ കണ്ണു തുറക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്തെങ്കിലും ദേഷ്യമോ പരാതിയോ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പഴയ ഫ്രണ്ടിനെ കാണുമ്പോൾ തന്നെ സംസാരിച്ച് തുടങ്ങുന്നത് നിങ്ങളുടെ ലൈഫിലെ സങ്കടങ്ങളും മറ്റുള്ളവരുടെ കുറ്റങ്ങളും പറഞ്ഞാണെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിലെ ഒരു അപകട സൂചനയാണ്. നിങ്ങളുടെ മനസ്സ് ബ്ലെസ്സിങ്സ് കാണാതെ കുറവുകൾ മാത്രം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായി കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. ജീവിതത്തെ മാറ്റിമറിക്കാൻ റോണ്ട ബെൻ നിർദ്ദേശിക്കുന്ന ഒരു ലളിതമായ പരീക്ഷണമുണ്ട്, 7 days നോ കംപ്ലൈൻറ്റ് ചലഞ്ച്. അടുത്ത 7 ദിവസത്തേക്ക് കാലാവസ്ഥയെക്കുറിച്ചോ ട്രാഫിക്കിനെ കുറിച്ചോ പണത്തെക്കുറിച്ചോ മറ്റുള്ളവരെക്കുറിച്ചോ ഒരു ചെറിയ പരാതി പോലും പറയില്ല എന്ന് സ്വയം തീരുമാനിക്കുക. ഇത് കേൾക്കുമ്പോൾ എളുപ്പമാണെന്നൊക്കെ തോന്നും, എന്നാൽ ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ മനസ്സ് ഇതിനോടകം പരാതികൾക്ക് അടിമപ്പെട്ടിരിക്കുക. ഇവിടെ പരാതികൾ മനസ്സിൽ അമർത്തി വെക്കുകയല്ല വേണ്ടത്, പകരം ആ ചിന്തകളെ ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് മാറ്റി സ്ഥാപിക്കണം, അതായത് റീപ്ലേസ് ചെയ്യണം.
ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് കിടക്കുമ്പോൾ ദേഷ്യപ്പെടുന്നതിന് പകരം എനിക്ക് യാത്ര ചെയ്യാൻ ഒരു സ്വന്തമായിട്ടുള്ള വാഹനം ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുക. ജോലിയുടെ ഭാരത്തെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുമ്പോൾ എനിക്ക് മാസം കൃത്യമായി ശമ്പളം തരുന്ന ഒരു ജോലി ഉണ്ടല്ലോ എന്ന് നന്ദിയോടെ ഓർക്കുക. അതായത് നമ്മുടെ ശ്രദ്ധ എങ്ങോട്ടാണോ പോകുന്നത് അവിടെ എനർജി വർദ്ധിക്കും. പ്രോബ്ലംസിലാണ് നമ്മുടെ ശ്രദ്ധയെങ്കിൽ പ്രോബ്ലംസ് കൂടും. ഓപ്പർച്യൂണിറ്റീസിലാണ് ശ്രദ്ധയെങ്കിൽ പുതിയ വഴികൾ തുറക്കും. ഈ ഒരു സൈക്കിൾ ബ്രേക്ക് ചെയ്യാനുള്ള ഏക വഴി ഗ്രാറ്റിറ്റ്യൂഡ് മാത്രമാണ്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്നത് വെറും ഒരു ഫിലോസഫി മാത്രമല്ല, നമ്മുടെ ഫോക്കസിനെ ഇല്ലായ്മയുടെ അവസ്ഥയിൽ നിന്ന് മാറ്റി അബണ്ടൻസ് അഥവാ സമൃദ്ധിയിലേക്ക് തിരിച്ചുവിടാനുള്ള ഒരു പ്രാക്ടിക്കൽ ടൂള് കൂടിയാണ്. ഇല്ലാത്ത കാര്യങ്ങളിൽ നിന്നും ഉള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ലൈഫിൽ മാറ്റങ്ങൾ വരും. പക്ഷേ ഇതൊരു ടോക്സിക് പോസിറ്റിവിറ്റി അല്ലേ എന്ന് തോന്നാം. ജോലി നഷ്ടപ്പെട്ട് ബില്ലുകൾ അടയ്ക്കാൻ പൈസ ഇല്ലാതെ ഇരിക്കുമ്പോൾ വെറുതെ ഇരുന്ന് താങ്ക് യു എന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് നിങ്ങളിപ്പോൾ ചോദിക്കാം. ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ റിയാലിറ്റിയിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമല്ല. നമ്മൾ സ്ട്രെസ്സിലും പരാതിയിലും ഒക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിന് ലോജിക്കലായിട്ട് ചിന്തിക്കാനോ സൊല്യൂഷൻ കണ്ടെത്താനോ ഒന്നും കഴിയില്ല. ഈ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കും. നമ്മുടെ ഹെൽത്ത്, കൂടെയുള്ള ഫ്രണ്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നന്ദി പറയുമ്പോൾ മനസ്സ് ശാന്തമാവും. അപ്പോഴാണ് നമുക്ക് പുതിയ വഴികളും സൊല്യൂഷൻസും വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നത്. ഈ തത്വം മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്ന, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന ഇരകളായിരുന്നു. എന്നാൽ ഗ്രാറ്റിറ്റ്യൂഡ് ശീലമാക്കുന്നതോടെ നമ്മുടെ ശ്രദ്ധ മുഴുവൻ ഉള്ള കാര്യങ്ങളിലേക്ക് മാറുന്നു. ജീവിതത്തിൽ പെട്ടെന്ന് അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മനസ്സിന് സമാധാനവും പുതിയ അവസരങ്ങളും നമ്മളെ തേടി വരും. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളുടെ വേരുകൾ കിടക്കുന്നത് പുറത്തല്ല, നമ്മുടെ ചിന്തകളിലും നമ്മൾ സംസാരിക്കുന്ന വാക്കുകളിലുമാണ്. ഇല്ലാത്ത കാര്യങ്ങളെ ഓർത്ത് കരയാതെ ഉള്ള കാര്യങ്ങളെ ആഘോഷിക്കാൻ തുടങ്ങുമ്പോഴാണ് ജീവിതം മാറുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ 7 days നോ കംപ്ലൈൻറ്റ് ചലഞ്ച് ഒന്ന് ചെയ്തു നോക്കണം. വെറും 7 ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തും. ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ ചലഞ്ച് അക്സെപ്റ്റഡ് എന്ന് കമൻറ്റ് ചെയ്യൂ. നമുക്ക് ഒരുമിച്ച് ഈ മാറ്റത്തിന് തുടക്കം കുറിക്കാം. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്